തൃശൂർ ചേലക്കരയിൽ ലഹരി സംഘത്തിന്റെ താവളമായി വനിതാ ഫിറ്റ്നസ് സെന്റർ. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച വനിതാ ഫിറ്റ്നസ് സെന്ററാണ് പ്രവർത്തനം തുടങ്ങാതായതോടെ ലഹരി സംഘം കൈയടക്കിയത്. ഫിറ്റ്നസ് സെന്ററിലെ ലഹരി ഉപയോഗത്തിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. അതാണ് വിദ്യാലയം. ഇവിടെ നിന്ന് കള്ളു കുടിക്കുന്നത് നോക്കിയാ, ഇത് കള്ളുകുടിക്ക സ്ഥലം ഒന്ന് ഇതാണ്, ഒരു കള്ളുകുടി സ്ഥലം അതാണ്. ഒരു മറവുമില്ലാതെയാണ് ഇവിടെ കള്ളു കുടിക്കുന്നത് ആളുകൾ. ഇതിനൊക്കെ പഞ്ചായത്ത് അറിഞ്ഞിട്ടും അറിയാത്ത ഭാവം നടിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇതിന്റെ കാരണം? ഈ സ്ഥാപനം ഈ വനിതാ ഫിറ്റ്നസ് സെന്റർ തുറന്ന് പ്രവർത്തനം ആരംഭിക്കാത്തതിന്റെ ഭാഗമായിട്ടാണ്. പ്രവർത്തനം ആരംഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് മുഴുവനും ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് ഇവിടെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്തിൽ അത് തുരുമ്പെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉപയോഗശൂന്യമായി പോകുന്ന സാഹചര്യമാണ്. എല്ലാ സംഭവം എത്തിയിട്ടും ഇത് ഉദ്ഘാടനം ചെയ്യാതെ പ്രവർത്തിക്കാതെ കള്ളുകുടിയന്മാർക്ക് തുറന്നു കൊടുത്തിരിക്കുകയാണ് പഞ്ചായത്ത്. വിവരങ്ങളുമായി സൂരജ്, ഗുഡ് മോർണിംഗ്. ഫിറ്റ്നസ് സെന്റർ ഫിറ്റ് ആവാനുള്ള സെന്ററായി എന്നാണോ ചേട്ടൻ പറയുന്നത്? ഹാഷ്മി, കൊണ്ടാഴി സരസ്വതി വിലാസം UP സ്കൂളിന് സമീപത്താണ് വനിതകൾക്ക് വേണ്ടി ഒരു ഫിറ്റ്നസ് സെന്റർ കൊണ്ടാഴി പഞ്ചായത്ത് തന്നെ നിർമ്മിച്ചത്. പക്ഷേ അത് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെയും തുറന്നു കൊടുത്തില്ല. ഇതോടുകൂടിയാണ് ലഹരി സംഘവും ചൂതാട്ട സംഘവും എല്ലാം തന്നെ ഈ ഫിറ്റ്നസ് സെന്റർ കൈയടക്കിയത്. അതിന്റെ ആ ദൃശ്യങ്ങളിൽ കാണാം, അതിന്റെ താഴെ പൂട്ടിയിട്ടില്ല പ്രധാന ഹാളിലേക്ക് കയറുന്ന ഭാഗം. ഇതോടുകൂടി അവിടെ എത്തുന്നവർ യഥേഷ്ടം ലഹരി ഉപയോഗിച്ച് അവിടെ നിന്ന് മടങ്ങുന്നതാണ് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഇത് കൊണ്ടാഴി പഞ്ചായത്തിന്റെ ഒരു തിരക്കേറിയ ഭാഗമാണ്. പ്രത്യേകിച്ച് കുടുംബാരോഗ്യ കേന്ദ്രമുണ്ട്, അതോടൊപ്പം തന്നെ UP സ്കൂളുണ്ട്, മാവേലി സ്റ്റോറുണ്ട്. അങ്ങനെ തുടങ്ങി തിരക്കേറിയ ഒരു മേഖലയിൽ ആളൊഴിഞ്ഞ കെട്ടിടം, അത് യഥേഷ്ടം എന്ത് ലഹരിയും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഇടമായി മാറുന്നു. ഈ ചെറിയ കുട്ടികളൊക്കെ പോകുന്ന വഴിയാണ്, അവരുടെ ഗ്രൗണ്ട് അതിനോട് ചേർന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളെ സംബന്ധിച്ചെല്ലാം തന്നെ വലിയ ആശങ്കയാണുള്ളത്. പഞ്ചായത്ത് അധികൃതരാകട്ടെ ഇതിലൊരു നടപടി സ്വീകരിക്കാൻ പോലും തയ്യാറാകുന്നില്ല. പൊതുജനങ്ങൾ ഇത് സംബന്ധിച്ച് പറയുന്നത് പോലീസും പഞ്ചായത്തും ഇടപെട്ടുകൊണ്ട് ഒന്നുകിൽ ഫിറ്റ്നസ് സെന്ററിന്റെ പ്രവർത്തനം തുടങ്ങണം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഈ ലഹരി സംഘങ്ങളെ തുരത്തുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടി സ്വീകരിക്കണം എന്നൊരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്ന. കാശ്മീർ. ശരി, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പഞ്ചായത്തിനെതിരെയാണ് പ്രധാനപ്പെട്ട ആരോപണം നാട്ടുകാർ ഉന്നയിക്കുന്നത്. അപ്പോൾ ഇതിലൊരു നടപടി ഉടൻ തന്നെ ഉണ്ടാകട്ടെ. ഫിറ്റ്നസ് സെന്റർ ആണല്ലോ, അത് വെറുതെ പലവിധ പരിപാടികൾക്ക് വിട്ടുകൊടുക്കേണ്ട കാര്യമുണ്ടോ? ഒരിക്കലുമില്ല.